ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 73-ാമത്തെ ദശകം നോക്കാം. ഭഗവാന്റെ മഥുരാപുരയാത്ര. 1-ാമത്തെ ശ്ലോകം. നിശമയ്യ തവാധയാനവാർത്താം പൃശമാർത്താ പശുപാലബാലികാസ്താം കിമിദം കഥം ന്യുദീമാഃ സമവേദാഃ പരിദേവിധാന്യകുർവൻ. പദമുറിച്ച് പറയാം. നിശമയ്യ തവ അഥ യാനവാർത്താം വൃഷമാർത്താഃ പശുപാലബാലികാഃ താഃ പശുപാലബാലികാസ്താഃ കിമിദം കഥം നു ഇതി ഇമാഃ ന്യുദീമാഃ സമവേദാഃ പരിദേവിധാന്യകുർവൻ. അഥ പിന്നീട് തവ യാനവാർത്താം നിശമയ്യ, അങ്ങ് മഥുരാപുരിയിലേക്ക് പോകുന്നതായിട്ട് നിശമയ്യ കേട്ടിട്ട്, താഹ പശുപാലബാലികാഹ, ആ ഗോപികമാര് വൃഷം ആർത്താഹ, വളരെയധികം ദുഃഖിച്ചു. ഇമാഹ സമവേദ, ഇവരെല്ലാം ഒരിടത്ത്, ഇമാഹ എന്ന് പറയുമ്പോൾ ആ ഗോപികമാരെല്ലാം ഒരിടത്ത് ചേർന്നിട്ട് ഇതം കിം ഇതെന്താണ് കഥനു ഇതെങ്ങനെ സംഭവിച്ചു, ഇതെന്താണ് ഇങ്ങനെയൊക്കെ, പരിദേവിധാനി അകുർവാൻ, ആവലാദികൾ, എന്നിങ്ങനെ കഥം നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നിങ്ങനെ പരിദേവിധാനി അകുർവൻ, ആവലാദികൾ പറഞ്ഞു. അപ്പോൾ ബലരാമനെയും കൃഷ്ണനെയും മഥുരാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അക്രൂരൻ വന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ടിട്ട് ഗോപികമാര് വളരെയധികം വ്യസനിച്ചു. അവരെല്ലാം ഒരിടത്ത് ഒന്നിച്ചു കൂടിയിട്ട് ഇതെന്താ ഇങ്ങനെ എന്നിങ്ങനെ വളരെയധികം ആവലാദികൾ പറയാൻ തുടങ്ങി. ഇനി 2-ാമത്തെ ശ്ലോകം. കരുണാനിധിരേഷ നന്ദസൂനു കഥമസ്മാൻ വിസൃജേതനന്യനാഥാം ബദനഃ കിമു ദൈവമേവമാസീത് ഇതി താസ്ത്വദ്ഗതമാനസാ വിലേബുഃ. പദം മുറിച്ച് പറയാം. കരുണാനിധിരേഷ നന്ദസൂനുഃ കഥമസ്മാൻ വിസൃജേദനന്യനാഥാഃ ബദ നഃ കിമു ദൈവം ഏവ ആസീത് ഇതി ദൈവം ഏവം ആസീത് ഇതി താഃ ത്വദ്ഗതമാനസ വിലേബുഃ. കരുണാനിധിയായ ദയയുടെ ഇരിപ്പിടമായ, അത്രയ്ക്ക് ദയാലുവായ നന്ദസൂനു, ഈ കൃഷ്ണൻ അനന്യനാഥാഹ അസ്മാൻ കഥം വിസൃജേത്, മറ്റൊരാശ്രയമില്ലാത്ത നമ്മളെ എങ്ങനെ ഉപേക്ഷിച്ചു പോകും, ആ കൃഷ്ണനെ എങ്ങനെയാണ് നമ്മളെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നത്. ബദ കഷ്ടം, ദൈവം നഹ ഏവം, ദൈവം നമുക്ക് ഏവം ഇപ്രകാരം കിമു ആസീത്, എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വിധി വന്നത്. ഇതി താഹ ത്വദ്ഗതമാനസാഹ എന്നിങ്ങനെ താഹ ആ ഗോപികമാര് ത്വദ്ഗതമാനസാഹ ഭഗവാനെ അങ്ങയെ തന്നെ വിചാരിച്ചുകൊണ്ട് വിലപിച്ചു. ഇവിടെ കരുണയുടെ ഇരിപ്പിടമായ കൃഷ്ണൻ മറ്റാശ്രയമില്ലാത്ത നമ്മളെ ഉപേക്ഷിച്ച് എങ്ങനെ പോകും, കഷ്ടമായല്ലോ ദൈവമേ, ഇത് ഞങ്ങളുടെ വിധിയാണോ അതോ ഈശ്വര നിശ്ചയമാണോ എന്നിങ്ങനെ ആ ഗോപികമാര് ഭഗവാനെ ഓർത്ത് വിലപിച്ചു. ഇനി 3-ാമത്തെ ശ്ലോകം. ചരമപ്രഹരേ പ്രതിഷ്ഠമാന സഹപിത്രാ നിജമിത്രമണ്ഡലേശ്ച പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുജ സഖായമേകം. പദമുറിച്ച് പറയാം. ചരമപ്രഹരേ പ്രതിഷ്ഠമാനഃ സഹ പിത്ര
നിജമിത്രമണ്ഡലൈഃ ച മണ്ഡലേശ്ച പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുജഃ സഖായമേകം. പിത്ര എന്ന് പറയുമ്പോൾ പിതാവിനാൽ എന്ന് പറയുമ്പോൾ അച്ഛനോട് കൂടിയിട്ട്, അച്ഛനോടും നിജമിത്രമണ്ഡലേഹി സ്വന്തം മിത്രങ്ങളോടും കൂടിയിട്ട്, തൻ്റെ ഒരുപാട് സ്നേഹിതന്മാരോടും കൂടിയിട്ട് ചരമപ്രഹരെ രാത്രിയുടെ അന്ത്യയാമത്തിൽ പ്രതിഷ്ഠമാനഹ പുറപ്പെട്ട എന്ന് പറയുമ്പോൾ മധുരാപുരിയിലേക്ക് പുറപ്പെട്ട നിദംബിനീനാം ഗോപികമാരുടെ പുറപ്പെട്ട അവിടുന്ന് ചരമപ്രഹരെ പ്രതിഷ്ഠമാനഹ അവിടേക്ക് പുറപ്പെട്ട ഭഗവാനെ അവിടുന്ന് നിദംബിനീനാം സുന്ദരിമാരുടെ ഗോപികമാരുടെ പരിതാപഭരം ശമയിഷ്യൻ കനത്ത സങ്കടത്തെ ഒന്ന് ശമിപ്പിക്കാനായിട്ട് ഏകം സഖായം വ്യമുജഃ ഒരു ചങ്ങാതിയെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പോൾ നന്ദഗോപരോടും ഒരുപാട് സ്നേഹിതന്മാരോടും കൂടിയിട്ട് രാത്രിയുടെ അന്ത്യയാമത്തിൽ അവർ മധുരാപുരിയിലേക്ക് അങ്ങനെ പുറപ്പെടുകയാണ്. അങ്ങനെ ആ സമയത്ത് ഗോപികമാരുടെ സങ്കടം ഒന്ന് കുറയ്ക്കാനായിട്ട് ഒരു കൂട്ടുകാരനെ അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഇനി 4-ാമത്തെ ശ്ലോകം. അജിരാദുഭയാമി സന്നിധിംബോ ഭവിതാ സാധുമയൈവ സംഗമശ്രീം അമൃതാംബുനിധൗ നിമജ്ജയിഷ്യേ ദ്രുതമിത്യാശ്വസിതവധൂരകാർഷീഃ. പദമുറിച്ച് പറയാം. അജിരാദുഭയാമി സന്നിധിം വഹ ഭവിതാ സാധു മയൈവ സംഗമശ്രീഃ അമൃതാംബുനിധൗ നിമജ്ജയിഷ്യേ ദ്രുതമിത്യാശ്വസിത വധൂരകാർഷീഃ. അജിരാത് ഒട്ടും താമസിയാതെ വഹ നിങ്ങളുടെ സന്നിധിയും ഉപയാമി നിങ്ങളുടെ അടുത്തേക്ക് ഉപയാമി വന്നുകൊള്ളാം. മയ ഏവ സംഗമശ്രീഹി സാധു ഭവിത ഞാനുമായിട്ടുള്ള ആ സംഗമം പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അമൃതാംബുനിധൗ ദ്രുതം നിമജ്ജയിഷ്യേ ആ ആനന്ദമാകുന്ന അമൃതത്തിൻ്റെ ആ സമുദ്രത്തിലെ എത്രയും പെട്ടെന്ന് തന്നെ നിമജ്ജയിഷ്യേ ഞാൻ നിങ്ങളെ മുക്കിക്കൊള്ളാം. ഇതി വധൂഹു ആശ്വസിതാഹ എന്നിങ്ങനെ ഗോപികമാരെ അകാർഷീഹി ആശ്വസിപ്പിക്കുകയും ചെയ്തു. ആശ്വസിതാഹ അകാർഷീഹി അങ്ങനെ ആ ഗോപികമാരെ ആശ്വസിപ്പിച്ചു. അപ്പോൾ കൂട്ടുകാരൻ അവിടെ ചെന്ന് പറഞ്ഞു, ആ കൂട്ടുകാരനെ പറഞ്ഞയച്ചു. ഗോപികമാരെ ആശ്വസിപ്പിക്കാനായിട്ട് അവിടെ ചെന്ന ആ കൂട്ടുകാരൻ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും, അധികം താമസിയാതെ തന്നെ നമുക്ക് ഒത്തുചേരാം, ഞാൻ നിങ്ങളുടെ വിരഹ ദുഃഖമെല്ലാം കളഞ്ഞ് ആനന്ദസാഗരത്തിൽ ആറാടിച്ചു കൊള്ളാം എന്നിങ്ങനെ ആ ഗോപികമാരെ ആശ്വസിപ്പിച്ചു. ഇനി 5-ാമത്തെ ശ്ലോകം. സവിഷാദഭരം സയാജ്ഞമുച്ചൈരതിദൂരം വനിതാഭിരീക്ഷ്യമാണഃ മൃദു തദ്ദിശി പാതയന്നഭാംഗാൻ സബലോ ക്രൂരരഥേന നിർഗതോ ഭൂഃ. പദമുറിച്ച് പറയാം. സവിഷാദഭരം സയാജ്ഞം ഉച്ചൈഃ അതിദൂരം സയാജ്ഞമുച്ചൈരതിദൂരം വനിതാഭിരീക്ഷ്യമാണഃ മൃദു തദ്ദിശി പാതയൻ അഭാംഗാൻ സബലോ ക്രൂരരഥേന നിർഗതോ ഭൂഃ. സവിഷാദഭരം ഉച്ചൈഃ സയാജ്ഞം വനിതാഭിഃ. സവിഷാദഭരം കനത്ത സങ്കടത്തോടുകൂടിയും ഉച്ചൈഹി സയാജ്ഞം ഏറ്റവും ഉച്ചത്തിൽ എന്ന് പറയുമ്പോൾ വളരെയധികം അപേക്ഷിക്കുന്നവരുമായ ആ വനിതാഭിഹി ഗോപസ്ത്രീകൾ
അതിദൂരമീക്ഷ്യമാണ്, വളരെ ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ, ദൂരെ എത്തുന്നത് വരെ നോക്കി നിൽക്കുമ്പോൾ, തത് ദിശി അപാങ്കാൻ മൃദു പാതയൻ, ആ ദിക്കിലേക്ക്, ആ ഗോപികമാർ നിൽക്കുന്ന ദിക്കിലേക്ക് ഇടയ്ക്കിടെ എന്താ പറയുക, അങ്ങനെ കരുണാകടാക്ഷങ്ങൾ കൊണ്ട് ഇടയ്ക്കിടെ അങ്ങനെ തിരിഞ്ഞു നോക്കി മൃദു പാതയൻ, അങ്ങനെ നോക്കിക്കൊണ്ട് കരുണാകടാക്ഷങ്ങളെ അയച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സബലഹ, ബലരാമനോട് കൂടിയിട്ട് അക്രൂരരഥേന, അക്രൂരൻ്റെ രഥത്തിൽ നിർഗത അഭൂത്, അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. അപ്പോൾ സഹിക്കവയ്യാത്ത സങ്കടത്തോടെ പോകരുതേ എന്ന് അപേക്ഷിക്കുന്ന ആ നനഞ്ഞ മിഴികളോടെ ആ ഗോപികമാർ ഭഗവാനെ തന്നെ അങ്ങനെ കണ്ണെടുക്കാതെ കണ്ണിൽ നിന്ന് മറയുന്നവരെ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് കരുണയോടുകൂടി ഭഗവാൻ വീണ്ടും വീണ്ടും അങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ബലരാമനോടുകൂടി അക്രൂരൻ്റെ രഥത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. ഇനി 6ാമത്തെ ശ്ലോകം. അനസാ ബഹുലേന വല്ലഭാനാം മനസാ ചാനുഗതോദ വല്ലഭാനാം വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാ തടീമയാസീഹി. പദം മുറിച്ച് പറയാം. അനസ ബഹുലേന വല്ലഭാനാം മനസ ച അനുഗതഃ അഥ ചാനുഗതോധ വല്ലഭാനാം വനം ആർത്തമൃഗം വനമാർത്തമൃഗം വിഷണ്ണ വൃക്ഷം സമതീതഃ യമുനാതടീം അയാസീഹി യമുനാതടീം അയാസീഹി. അഥ അനന്തരം വല്ലവാനാം ബഹുലേന അനസ, ഗോപന്മാരുടെ അനേകം വണ്ടികളോടുകൂടി, വല്ലഭാന മനസാച്ച അനുഗത, വല്ലഭമാരുടെ ഗോപികമാരുടെ മനസ്സും അനുഗത അനുഗമിച്ചുകൊണ്ട്, ആർത്തമൃഗം സങ്കടപ്പെടുന്ന മാനുകളും വിഷണ്ണവൃക്ഷം വിഷാദിക്കുന്ന മരങ്ങളുമുള്ള വനം സമതീത, ആ കാടിനെയും പിന്നിട്ടുകൊണ്ട് യമുനാതടീം അയാസിഹി, യമുനാ നദീ തീരത്തിൽ അവർ എത്തിച്ചേർന്നു. കൃഷ്ണൻ കയറിയ ആ തേരിന് പിന്നാലെ ഗോപന്മാരുടെയും അനേകം വണ്ടികൾ പിന്തുടരുന്നുണ്ടായിരുന്നു. അപ്പം അതോടൊപ്പം ഗോപികമാരുടെ മനസ്സും കൃഷ്ണൻ്റെ പിന്നാലെ പോയി എന്നാണ്. അപ്പം അങ്ങനെ എല്ലാവരും പോയപ്പോൾ ഇവിടെ മനുഷ്യർക്ക് മാത്രമല്ല സങ്കടമുണ്ടായത്, മരങ്ങളും മാനുകളും ഒക്കെ സങ്കടപ്പെട്ടു എന്നാണ്. അതുപോലെ അപ്പോൾ ആർത്തമൃഗം വിഷണ്ണ വൃക്ഷം സമതീത, സങ്കടപ്പെടുന്ന മാനുകളും വിഷാദിക്കുന്ന മരങ്ങളുമുള്ള ആ കാടിനെ ഏറെ പിന്നിലാക്കിക്കൊണ്ട് അവർ യമുനാ നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. 7ാമത്തെ ശ്ലോകം. നിയമായ നിമജ്യ വാരിണി ത്വാമഭിവീക്ഷ്യാധരഥേബി കാന്തിനേയ വിവശോജനി കിം ന്യുദം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. പദമുറിച്ച് പറയാം. നിയമായ നിമജ്യ വാരിണി ത്വാം അഭിവീക്ഷ്യ അഥ ത്വാം അഭിവീക്ഷ്യ അഥ രഥേ അഭി രഥേബി കാന്തിനേയഃ വിവശഃ അജനി വിവശോ അജനി കിം നു ഇദം ന്യുദം വിഭോഃ തേ വിഭോസ്തേ നനു ചിത്രം തു അവലോകനം സമന്താത്. ഗാന്ധിനേയ ഗാന്ധിനീപുത്രൻ അക്രൂരൻ നിയമായ മധ്യാഹ്ന കർമ്മങ്ങൾക്കായിട്ട്, നിയമായ ആ കുളിച്ച് മധ്യാഹ്ന കർമ്മങ്ങൾക്കായിട്ട് വാരിണി നിമജ്യ ആ യമുനാജലത്തിൽ മുങ്ങിയിട്ട് ത്വാം അഭിവീക്ഷ്യ അങ്ങയെ അഭിവീക്ഷ്യ അസലായിട്ട് കണ്ടിട്ട് അധ രഥേ അഭി പിന്നീട് രഥത്തിലും കണ്ടിട്ട് വിവശഃ അജനി ആശ്ചര്യ വിവശനായി തീർന്നു. നനു വിഭോ അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, തേ സമന്താത് അവലോകനം അങ്ങയെ സമന്താത് ചുറ്റും എല്ലായിടത്തും അവലോകനം കാണുന്നത്, കാണുക എന്നത്, അവലോകനം ഇതം കാണുക എന്നതാകട്ടെ കിംനു ചിത്രം എന്നത് ഒരു ആശ്ചര്യമാണോ എന്ന് മേൽപ്പത്തൂർ ചോദിക്കുകയാണ്. അപ്പോൾ
ആ യമുനാ തീരത്തിൽ രഥം നിർത്തിയിട്ട് അക്രൂരരെ മധ്യാഹ്നത്തിൽ ആ മധ്യാഹ്ന സന്ധ്യാവന്ദനത്തിനായിട്ട് യമുനാ ജലത്തിൽ ഇറങ്ങി മുങ്ങിയപ്പോൾ ആ ജലത്തിനുള്ളിൽ കൃഷ്ണനെ അസലായിട്ട് അഭിവീക്ഷ്യ എന്നാണ്, നന്നായിട്ട് തന്നെ കണ്ടു എന്നാണ്. സംശയം തോന്നിയതൊന്നുമല്ല, നന്നായിട്ട് തന്നെ കണ്ടു, അഭിവീക്ഷ്യ. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് നിവർന്ന് കരയിലേക്ക് നോക്കിയപ്പോൾ ആ രഥത്തിലും കൃഷ്ണനിരിക്കുന്നുണ്ട്. അപ്പം അത് കണ്ട് അക്രൂരനെ ആശ്ചര്യമായി. ഇതെങ്ങനെ? ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, സർവവ്യാപിയായ ഭഗവാനെ, ഇതിലിപ്പോൾ എന്താണ് ഇത്ര ആശ്ചര്യപ്പെടാനുള്ളത്? ഒന്നുമില്ല. ഇനി 8ാമത്തെ ശ്ലോകം. പുനരേഷ നിമജ്യ പുണ്യശാലി പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികമ്പുഗദാംബുജൈ സ്ഫുരന്തം സുരസിദ്ധൗഘപരീതമാലുലോകേ. പദമുറിച്ച് പറയാം. പുനരേഷ നിമജ്യ പുണ്യശാലി പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികമ്പുഗദാംബുജൈഃ സ്ഫുരന്തം സുരസിദ്ധൗഘപരീതമാലുലോകേ. പുണ്യശാലി ഏഷഃ, പുണ്യശാലിയായ സുഹൃതിയായ ഏഷഃ അക്രൂരൻ, പുനഃ നിമജ്യ ഒന്നുകൂടി മുങ്ങിയപ്പോൾ, ഭുജംഗഭോഗേ പാമ്പിൻ്റെ ഉടലിന്മേൽ എന്ന് പറയുമ്പോൾ അനന്തശയനത്തിൽ ഇരിക്കുന്ന, അതുപോലെ അരി കമ്പു ഗദ അംബുജൈ, അരി പറഞ്ഞ ചക്രം, കമ്പു ശംഖ്, ഗദ താമര, പത്മം എന്നിവയാൽ സ്ഫുരന്തം മിന്നിത്തിളങ്ങുന്നവനും, സുരസിദ്ധ ഔഘ പരീതം ദേവന്മാർ സിദ്ധന്മാർ, അങ്ങനെ ആ ദേവസമൂഹവും സിദ്ധസമൂഹവും അങ്ങനെ പരീതം ചുറ്റു നിൽക്കുന്ന പരമം പുരുഷം ത്വാം ആലുലോകെ, പരമപുരുഷനായ ഗുരുവായൂരപ്പ അങ്ങയെ ആലുലോകെ നന്നായിട്ട് തന്നെ അവിടെ കണ്ടു. അപ്പോൾ ഇവിടെ എന്തായാലും അങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് അക്രൂരൻ ഒന്നുകൂടെ മുങ്ങാണ്. കണ്ടു, ഒന്ന് മുങ്ങിയപ്പോൾ കൃഷ്ണനെ കണ്ടു, മുകളിലേക്ക് നോക്കിയപ്പോൾ കരയിൽ രഥത്തിൽ കൃഷ്ണൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ മുങ്ങാണ്. അങ്ങനെ നോക്കിയപ്പോൾ പിന്നീട് കാണുന്നത്, രണ്ടാമത് മുങ്ങിയപ്പോൾ കണ്ടത് ആദിശേഷനായ ശംഖചക്രഗദാധാരിയായ ഭഗവാനെയാണ്. അപ്പോൾ ദേവന്മാരും സിദ്ധചാരണ ഗന്ധർവന്മാരും ഒക്കെ ചുറ്റും നിന്ന് സേവിക്കുന്ന ആ പരമപുരുഷനായ ഭഗവാനെ, സുരസിദ്ധൗഘപരീതം പരമം പുരുഷം അസലായിട്ട് തന്നെ വീണ്ടും കാണുകയാണ്. അപ്പോൾ ഇവിടെ ജലത്തിനുള്ളിലെ അക്രൂരൻ ആദ്യം മുങ്ങിയപ്പോൾ കാണുന്നത് കൃഷ്ണനെയാണ്. അപ്പോൾ അത്ഭുതമായി, ഇതെങ്ങനെയാണ്? പിന്നീട് കാണുന്നത് അനന്തപത്മനാഭനെയാണ് രണ്ടാമത് മുങ്ങിയപ്പോൾ കാണുന്നത്. അപ്പം മനസ്സിലായി ഇത് ആരാണെന്ന്. അപ്പോൾ അങ്ങനെ തത്വബോധമുണ്ടായി എന്നാണ്. ആ ശംഖചക്ര ഗദാധാരിയായ അനന്തശായിയായ ആ ഭഗവാനെ കണ്ടപ്പോൾ സംശയമൊക്കെ പോയി. പിന്നെ അത്ഭുതമൊന്നും ഉണ്ടായില്ല എന്നാണ്. അപ്പോൾ മനസ്സിലായി ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ തത്വബോധമുണ്ടായി എന്നാണ് അക്രൂരന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അത്ഭുതമൊന്നും ഉണ്ടായില്ല. ഇനി 9ാമത്തെ ശ്ലോകം. സതതാ പരമാത്മസൗഖ്യസിന്ധൗ വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദൈഃ അവലോക്യ പുനശ്ച ഹർഷസിന്ധോരനുവൃത്യ പുളകാവൃതോ യയൗ ത്വാം. പദമുറിച്ച് പറയാം. സ തഥാ പരമാത്മസൗഖ്യസിന്ധൗ വിനിമഗ്നഃ പ്രണുവൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനശ്ച ഹർഷസിന്ധോരനുവൃത്യ പുളകാവൃതഃ യയൗ ത്വം. സഹ ആ അക്രൂരൻ തഥാ അപ്പോൾ പരമാത്മ സൗഖ്യ സിന്ധു പരമാത്മാവാകുന്ന ബ്രഹ്മാനന്ദമാകുന്ന ആ സമുദ്രത്തിൽ വിനിമഗ്ന ആണ്ട് മുങ്ങിയിട്ട് നല്ലതുപോലെ മുങ്ങിയിട്ട് പ്രകാരഭേദൈഹി പ്രണുവൻ എന്ന് പറയുമ്പോൾ അത്യധികം ആനന്ദസാഗരത്തിൽ ആറാടിയിട്ട് എന്നാണ്. അത്രയ്ക്കും ആനന്ദത്തോടു കൂടിയിട്ട് പ്രകാരഭേദൈഹി പ്രണുവൻ നാനാപ്രകാരത്തിൽ സ്തുതിച്ചു
ചോദിച്ചു. പുനഃ അവലോക്യ, പിന്നീട് നോക്കിയപ്പോൾ അങ്ങയെ കണ്ടതുമില്ല. അവിലോക്യ, കണ്ടതും. പുനഃ അവിലോക്യ, പിന്നീട് കണ്ടതുമില്ല. ഹർഷസിന്ധോഹോ അനുവൃത്യ, അപ്പോൾ മുൻപുണ്ടായ ആ ശേഷശായിയായ ഭഗവാനെ കണ്ടപ്പോഴുണ്ടായ ആനന്ദം പിന്നെ കാണാതിരുന്നപ്പോഴും ആ ആനന്ദത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല എന്നാണ്. മുൻപുണ്ടായ ആനന്ദ സിന്ധു വിടാതെ നിന്നു. പുളകാവൃത ത്വാം യയൗ, അങ്ങനെ പുളകാവൃത ആകെ കോരിത്തരിച്ചുകൊണ്ട് ത്വാം യയൗ, അങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് കയറി ഭഗവാന്റെ അടുത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ പിന്നീട് യമുനാ നദിയിൽ മുങ്ങിയ അക്രൂരര് ബ്രഹ്മാനന്ദമാകുന്ന സമുദ്രത്തിൽ ഒന്നുകൂടി മുങ്ങിയിട്ട് പ്രകാരഭേദൈഹി പ്രണുതൻ, പല പ്രകാരത്തിലും ഭഗവാനെ സ്തുതിച്ചു. പിന്നെ നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല. എന്നിരുന്നാലും ആ പരമാനന്ദ രസം ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ആകെ ഒരു ഉണർവോടുകൂടി, ഉൾപ്പുളകത്തോടു കൂടിയിട്ട്, രോമാഞ്ചത്തോടു കൂടിയിട്ട് ഗുരുവായൂരപ്പ അക്രൂരരെ അങ്ങയുടെ അടുത്തെത്തി. ഇനി 10ാമത്തെ ശ്ലോകം. കിമു ശീതളിമാ മഹാഞ്ജലേ യത് പുളഗോസാവിധി ചോദിതേന തേന അതിഹർഷനിരുത്തരേണ സാർദ്ധം രഥവാസി പവനേശ പാഹി മാം ത്വം. പദമുറിച്ച് പറയാം. കിമു ശീതളിമ മഹാൻ ജലേ യത് പുളകഃ അസൗ ഇതി പുളഗോസാവിധി ചോദിതേന തേന അതിഹർഷ നിരുത്തരേണ സാർദ്ധം രഥവാസി പവനേശ പാഹി മാം ത്വം. ജലേ ശീതളിമ മഹാൻ കിമു, വെള്ളത്തിന് തണുപ്പ് കൂടുതലാണോ? യത് അസൗ പുളകഃ, ആകെ കോരിത്തരിച്ചിരിക്കുന്നുവല്ലോ. ഇതി ചോദിതേന അതിഹർഷ നിരുത്തരേണ, എന്നിങ്ങനെ ആ ഭഗവാൻ ചോദിച്ചപ്പോൾ അതിഹർഷ നിരുത്തരേണ, അത്യധികമായ ആനന്ദം കൊണ്ട്, നിരുത്തരേണ ഒന്നും പറയാൻ സാധിക്കാതെ, തേന സാർദ്ധം ഒന്നും പറയാൻ സാധിക്കാതെ അങ്ങനെ മിണ്ടാതിരിക്കുന്ന, മൗനിയായിട്ടിരിക്കുന്ന ആ അക്രൂരനോടുകൂടി, തേന സാർദ്ധം അക്രൂരനോട് കൂടിയിട്ട്, രഥവാസി ആ രഥത്തിൽ, അക്രൂരൻ്റെ രഥത്തിൽ, പവനേശ ഗുരുവായൂരപ്പ, അങ്ങനെ അക്രൂരനോട് കൂടിയിട്ട് ആ രഥത്തിലിരിക്കുന്ന ഗുരുവായൂരപ്പ, ത്വം മാം പാഹി, അവിടുന്ന് എന്നെ രക്ഷിക്കണേ. അപ്പം അക്രൂരൻ അങ്ങനെ കോരിത്തരിച്ചുകൊണ്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ കൃഷ്ണൻ ചോദിക്കുകയാണ്, വെള്ളത്തിന് നല്ല തണുപ്പുണ്ടോ, എന്താണ് ഇങ്ങനെ വിറയ്ക്കുന്നത്? അപ്പോൾ കൃഷ്ണൻ്റെ ചോദ്യം കേട്ടപ്പോൾ അക്രൂരർക്ക് ഉള്ളിലുള്ള ആ ആനന്ദവും സന്തോഷവും ഒന്നുകൂടെ വർദ്ധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയാനാവാതെ അങ്ങനെ ഇരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അക്രൂരരോടുകൂടി അങ്ങനെയുള്ള അക്രൂരനോടുകൂടി രഥത്തിലിരിക്കുന്ന ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടെ 73ാമത്തെ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.